ബ്രില്യന്റ് ഇ-ലേണിംഗ് ആപ്പ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആപ്ലിക്കേഷനാണ് ബ്രില്യന്റിന്റെ ഇ-ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ബ്രില്യന്റിന്റെ ഇ-ലേണിംഗ് ആപ്പ് മറ്റ് ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? അപ്പോൾ ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ മലയാളം അറിയാത്ത വിദ്യാർത്ഥികൾക്കായി പ്രത്യേകമുള്ള ഇംഗ്ലീഷ് ബാച്ചുകളും, അതായത് ഇംഗ്ലീഷ് ക്ലാസ്സുകളും ലഭ്യമാണ്. അതും റെക്കോർഡഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകളും ലഭ്യമാണ്. അപ്പൊ ചാപ്റ്റർ വൈസിലുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടാവും. അതായത് ഓരോ ടോപ്പിക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഷോർട്ട് വീഡിയോ ക്ലാസ്സുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അതിനൊക്കെ പുറമെ തന്നെ ലെക്ചർ നോട്ടുകളും അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ടുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇ-ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് NCERT ഓഡിയോ ബുക്കാണ്. അപ്പൊ പാട്ട് കേൾക്കുന്നൊക്കെ ഒരു ലാഘവത്തോടു കൂടി തന്നെ നമുക്ക് NCERT ടെക്സ്റ്റുകൾ വായിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഒഴിവ് സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ കുറെ നേരം ഇരുന്ന് പഠിച്ചൊക്കെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം, ഈ NCERT ഓഡിയോ ബുക്ക് കേൾക്കാം. ഓക്കെ, അതേപോലെ നിങ്ങളിപ്പോൾ യാത്രയിലാണ് എന്നുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ NCERT ഓഡിയോ ബുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എൻട്രൻസ് എക്സാമുകളുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 4 ഓപ്ഷൻസ് ആയിരിക്കുമല്ലോ ഉള്ളത്. അതിൽ നിന്ന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒട്ടനവധി ആയിരക്കണക്കിന് മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് മൾട്ടി ലെവൽ എക്സാമുകൾ. അപ്പൊ മൾട്ടി ലെവൽ എക്സാമുകൾ ഈസി ലെവൽ, അതുപോലെ മീഡിയം ലെവൽ, അതുപോലെ ഹാർഡ് ലെവൽ എന്നിങ്ങനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടും ഈ മൾട്ടി ലെവൽ എക്സാമുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈസി ടു അതേപോലെ ഹാർഡ് ലെവലിലേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കുറെ അധികം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇതിനൊക്കെ പുറമെ ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പൊ ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ തന്നെ യൂണിറ്റ് വൈസ് അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് ഓൾ യൂണിറ്റ് വൈസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വേണമെങ്കിൽ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് എക്സാം എഴുതി നോക്കാം, അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് വേണമെങ്കിൽ യൂണിറ്റ് വൈസ് നിങ്ങൾക്ക് എക്സാം എഴുതാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൾ യൂണിറ്റ് വൈസ് ആണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് എക്സാം ഇപ്പൊ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ കഴിയാനാവുമ്പോൾ നിങ്ങൾ ഓൾ യൂണിറ്റ് വൈസ് ആയിരിക്കും എക്സാമുകൾ എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഈ ലെവലുകളിലൊക്കെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ലേണിംഗ് ആപ്പിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് വീഡിയോ സൊല്യൂഷൻസ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് JEE മെയിൻസിന്റെ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വീഡിയോ സൊല്യൂഷൻസും അതിന്റെ കൂടെ ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ആൻസേഴ്സിൽ ഇപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ വീഡിയോ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കുക. നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് സോൾവ് ചെയ്ത് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ചെയ്ത് നോക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ആ വീഡിയോസ് കണ്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ അപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്യാനും പറ്റും. ഇതിനൊക്കെ പുറമെ കീം, കുസാറ്റ്, VIT, USEED, മണിപ്പാൽ എൻട്രൻസ് ടെസ്റ്റ്, NDA, NA, ISER തുടങ്ങിയ വിവിധ എൻട്രൻസ് എക്സാമുകളെ പരിശീലിപ്പിക്കുന്നതിനായി വിവിധ മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ എക്സാമുകളൊക്കെ എഴുതുവാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയാണ് കസ്റ്റം എക്സാമുകൾ. അപ്പൊ കസ്റ്റം എക്സാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാം എന്നുള്ളതാണ്. എനിക്കിപ്പോ കെമിസ്ട്രിയിൽ നിന്ന് ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടതെങ്കിൽ എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ യൂണിറ്റ് വൈസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, എനിക്കിപ്പോ മാത്സിൽ നിന്ന് ഒരു 50 ക്വസ്റ്റ്യൻസ് വേണം, അപ്പൊ എനിക്ക് അങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു കസ്റ്റം എക്സാമിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണം, അതിൽ നിങ്ങൾ അത്ര പോരാ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കസ്റ്റം എക്സാമുകൾ പ്രയോജനപ്പെടുത്താം. ഞങ്ങളുടെ പല വിദ്യാർത്ഥികളും പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അവർക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല, റേഞ്ച് ഇഷ്യൂസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ കാരണം എക്സാമുകളൊന്നും എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ അതിനുള്ള ഒരു മികച്ച സൊല്യൂഷനാണ് ഓഫ്ലൈൻ എക്സാംസ് എന്ന് പറയുന്നത്. അപ്പൊ ഓഫ്ലൈൻ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ സെന്ററിൽ വന്ന് എഴുതുകയാണെന്ന്. അങ്ങനെയല്ല, നമ്മുടെ ഓഫ്ലൈൻ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എക്സാം ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നതിന് ശേഷം നിങ്ങൾ സാധാരണ നമ്മൾ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. എന്നതിന് ശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് റേഞ്ച് ഉള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അവൈലബിൾ ആവുന്ന സമയത്ത് സബ്മിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ സാധാരണ എങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ തന്നെയാണ്, പാറ്റേണും എക്സാം ഒക്കെ സെയിം തന്നെ. ബട്ട് ഇങ്ങനെ ഒരു ഫീച്ചർ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു റേഞ്ചിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഇതിലൂടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്.
അടുത്തതായി ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി ആണ്. അപ്പൊ 3 രീതികളിലായിട്ട് നമുക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം നമുക്ക് നമ്മുടെ ഡിസ്കഷൻ സെക്ഷനിൽ നിങ്ങളുടെ ഡൗട്ടുകൾ കമന്റ് ചെയ്യാം. അപ്പം നമ്മുടെ ബ്രില്യന്റിലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കും അതിന് റിപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ അതേ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ തന്നെ റിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ചിലപ്പം ആൻസേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഡൗട്ടുകളൊക്കെ അവിടെ തന്നെ ക്ലാരിഫൈ ആയി പോകാനും മതി. അടുത്തത് പ്രൊഫസേഴ്സിനോട് നമുക്ക് ചോദിക്കാം എന്നുള്ളതാണ്. അപ്പൊ ക്യാമ്പസിൽ വരാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഫസേഴ്സിനോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏത് പോർഷനാണ് ഡൗട്ട് അല്ലെങ്കിൽ എവിടെയാണ് ഡൗട്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ചാറ്റ് GPT, ജെമിനി, AI ഇന്റഗ്രേറ്റഡ് ടൂൾസ് ആണ്. അപ്പൊ നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറുകയാണ്. അപ്പൊ ചാറ്റ് GPT, ജെമിനി തുടങ്ങിയ AI ഇന്റഗ്രേറ്റഡ് ടൂൾസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ ബ്രില്യന്റിന്റെ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടെല്ലാം തന്നെയാണ് നമ്മുടെ ബ്രില്യന്റിന്റെ ലേണിംഗ് ആപ്പ് മറ്റ് ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഓൾ റിക്വയർമെന്റ്സ് ഇൻ വൺ ലേണിംഗ് ആപ്പ്. അതാണ് നമ്മുടെ ബ്രില്യന്റിന്റെ ലേണിംഗ് ആപ്പ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.